ആ ഡയറിയിൽ ഒത്തിരി നേതാക്കന്മാരുടെ പേരുണ്ട്. ആ ലിസ്റ്റ് എന്നെ കിട്ടി, ഞാൻ പബ്ലിഷ് ചെയ്യും. മന്ത്രിസഭ തന്നെ താഴെ പോകാൻ ചാൻസ് ഉണ്ടോ പേര് പുറത്തു വന്നാൽ? എനിക്ക് അറിയാവുന്ന പേരുകളിൽ മന്ത്രിസഭയിൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. മകന്റെ പ്രതികാരം എന്നൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു മകന്റെ പ്രതികാരം തീർച്ചയായിട്ടും. പിണറായി വിജയൻ എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. 200 കോടി രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് സംസ്ഥാന സർക്കാരിന് തന്നെ 26 കോടി രൂപ തട്ടിച്ചിട്ടുണ്ട്. ആ ക്രൈമിൽ 2,86,00,000 രൂപ തട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മകളാണ്. കേരളത്തിന്റെ തീരദേശത്തെ കരിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നതിന് രാഷ്ട്രീയ നേതാക്കൾക്ക് CMR കമ്പനി കാലാകാലങ്ങളായി കൊടുത്തു വന്ന പണത്തിന്റെ ഒരു ഭാഗമാണ് മുഖ്യമന്ത്രി. അത് ഏറ്റവും കൂടുതൽ മേടിച്ച മുഖ്യമന്ത്രിയായിരിക്കും. വിദേശ നിക്ഷേപത്തെ കുറിച്ച് താങ്കൾ ഇഡിക്ക് കത്തയച്ചിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ ലാവ്ലിൻ കമ്പനിയുടെയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നു, അത് അങ്ങനെ ഒരു കമ്പനി വീണയുടെ പേരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വീണയ്ക്കെതിരെ കേസ് കൊടുക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോൾ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു. കമ്മ്യൂണിസ്റ്റുകാരല്ല, പിണറായി വിജയന്റെ കഴിഞ്ഞ 5-10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ വീതം പറ്റിയവരുടെ കൂട്ടായ്മ, അത്രേ ഉള്ളൂ. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊന്നും പിണറായി വിജയന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ പ്രതിഷേധിക്കാൻ റോഡിൽ ഇറങ്ങിയില്ല, അവരിറങ്ങുകയില്ല. പിണറായിയുടെ വീടിന്റെ മുമ്പിൽ ആൾക്കൂട്ടമുണ്ടായി അല്ലേ, വലിയ പ്രതിഷേധം ഉണ്ടായി. എത്ര പേരുണ്ടായിരുന്നു? 1500 കൂട്ടിക്കും. അപ്പോൾ അവിടെ CPM നല്ല രീതിയിൽ സംഘടിച്ചെങ്കിൽ പട്ടാളം വന്നിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. എന്താ സംഘടിക്കാത്തത്? പിണറായി വിജയൻ കള്ളനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന്റെ 6 റൗണ്ട് വരെ പുറകെ മുഖ്യമന്ത്രിയാണ്. ഏതാ പിണറായില്ലാന്ന് ഓർത്തോണം. മര്യാദയ്ക്ക് റെയ്ഡ് ചെയ്യാൻ വന്ന് റെയ്ഡ് ചെയ്തിട്ട് തിരിച്ചു പോകേണ്ടവരെ പ്രൊവോക്ക് ചെയ്തവരെ കയ്യാങ്കളി നടത്തി അവരെ മർദ്ദിച്ച് വിട്ടു. ഉദ്യോഗസ്ഥർ പൊട്ടപ്പെട്ടെന്ന സ്പീഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഷോൺ ജോർജ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു വിവാദമായ ഒരു കേസാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിർണായകമായ നിയമ പോരാട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തി എന്ന നിലയിൽ ഈ മാസപ്പടി കേസിന്റെ നാൾവഴികളെയും നിയമ പോരാട്ടങ്ങളെയും എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തുടക്കത്തിൽ എല്ലാവരും വായിച്ച പോലെ തന്നെ മനോരമ പത്രത്തിൽ വായിച്ചാണ് ഞാൻ ഇവരറിയാം. ശ്രദ്ധിച്ചില്ല സ്വാഭാവികമായിട്ടും. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അപ്പോൾ എൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ലല്ലോ, ഞാനതേക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി ഡിസ്കസ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഇന്ന സ്കോപ്പുകളെക്കുറിച്ച് അവരെന്നോട് പറയും, അഭിഭാഷകരാണ്. അപ്പം ഞാൻ ഈ മാത്യു കൊളുനാടനെ ഒരു ദിവസം ഫോൺ വിളിച്ചു, രണ്ടാമതൊരു ദിവസം ഫോൺ വിളിച്ചു. ഒരു ദിവസം കിട്ടിയില്ല, രണ്ടാമത് വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നോക്കാം വരട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് അതിൻ്റെ ഞാൻ കാണുന്ന ഒരു ആംഗിളിലല്ല അദ്ദേഹം പോകുന്നത്. അദ്ദേഹം മറ്റൊരു ആംഗിളിലാണ് പോകുന്നത്. അദ്ദേഹം നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പിന്നീട് ഞാൻ പോകുന്ന ആംഗിളിലേക്കല്ല അദ്ദേഹം പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അക്കാഡമിക് സെൻസിൽ ഇതെവിടെ എത്തും? ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത SFIO എന്ന് പറയുന്ന ഒരു ഏജൻസി, ഞാനും കേട്ടിട്ടില്ലായിരുന്നു. ആക്ച്വലി എനിക്കും അറിയില്ലായിരുന്നു ഏജൻസി. അപ്പോൾ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനുമായ മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹത്തിന് ഞാനും നമുക്കിതൊരു അക്കാഡമിക് സെൻസിൽ പഠിച്ചു തുടങ്ങാം എന്നൊരു ചർച്ച നടത്തി. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഒരു റിസർച്ച് ടീമിന് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്തു. ഓൾമോസ്റ്റ് 2 മാസം അങ്ങനെ പോയി. എല്ലാ ദിവസവും ഞങ്ങൾക്ക് പരസ്പരം കൈമാറാൻ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് കഴമ്പുണ്ട്, ഇതിനകത്ത് കൃത്യമായൊരു ഫ്രോഡ് നടന്നിട്ടുണ്ട്. SFI എൻക്വയറിക്ക് കാരണമാകുന്ന, കേരളത്തിലെ ആദ്യത്തെ SFI എൻക്വയറിക്ക് കാരണമാകുന്നൊരു കേസായി ഇതിനെ മാറ്റാം. ഞങ്ങൾക്ക് പൂർണ്ണ കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് ഈ കേസുമായിട്ട് ഞാൻ മുമ്പോട്ടിറങ്ങുന്നത്. ആദ്യം ഞാൻ ഫയൽ ചെയ്ത് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് പരാതി നൽകി. അത് കഴിഞ്ഞ് ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് താങ്കളുടെ പരാതി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് തിരികെ ലഭിച്ചു. ആ കത്തിൻ്റെ കോപ്പിയും കൂടെ വെച്ചിട്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് ഈ CMR കമ്പനിക്കും KSIDCക്കും ഉൾപ്പെടെ നോട്ടീസ് അയച്ചു. കേസിൻ്റെ വാദം നടക്കുന്നതിനിടയിൽ തന്നെ അന്തിമ വിധിക്ക് മുമ്പ് തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം SFI എൻക്വയറിക്ക് ഓർഡർ ചെയ്യാൻ. അതാണ് ഇതിൻ്റെ തുടക്കം. കേസിന്റെ നാൾ വഴി നോക്കുകയാണെങ്കിൽ ഈ കേസിന്റെ വിധി റദ്ദാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോഴും പിണറായി വിജയൻ എങ്ങനെ ഈ കേസിൽ ഉൾപ്പെട്ടു എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പിണറായി വിജയൻ പ്രതിയാകുന്നത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതെങ്ങനെയാണ്? അല്ല, പിണറായി വിജയൻ ഇവർ കൊടുത്തിട്ടുള്ള പണത്തിന് വീണ ഒരു സേവനവും നൽകിയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ PC ജോർജ് മന്ത്രിയായിട്ടിരിക്കുന്നു. ഷോൺ ജോർജ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹത്തിൻ്റെ
ഷോൺ ജോർജ് എന്ന എനിക്ക് ഒരു സേവനവും എൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റാതെ ഒരാൾ പണം തരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് പണം തരണമെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അത് എൻ്റെ പിതാവ് അധികാര സ്ഥാനത്തിരിക്കുന്ന എൻ്റെ പിതാവിനുള്ള പണമാണ്. മാത്രമല്ല വീണയുടെ കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഷെയറുള്ള അത്തരത്തിലുള്ളൊരു സ്ഥാപനവുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രി എന്ന മകൾ എന്ന നിലയിൽ അത് തന്നെ നിയമവിരുദ്ധമാണ്. മാത്രമല്ല ഇനി മറ്റൊരു തെറ്റിലേക്ക് പോകുന്നത്, ഒരു 172 ഇപ്പോൾ പുതിയ കണക്കനുസരിച്ച് 200 കോടി രൂപയുടെ ഫ്രോഡാണ് ആ കമ്പനി നടത്തിയിട്ടുള്ളത്. 200 കോടി രൂപയുടെ ഫ്രോഡ് എന്ന് പറയുന്നത് അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, പബ്ലിക് ലിമിറ്റഡ്. പൊതുമേഖലാ സ്ഥാപനമല്ല, പൊതുമേഖലാ സ്ഥാപനത്തിന് ഷെയറുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് അവരുടെ ഓരോ രൂപയും അക്കൗണ്ടബിളാണ്. എനിക്ക് 2 ഷെയറുണ്ട്, CMRL കമ്പനിയുടെ 2 ഷെയർ എനിക്കുണ്ട്. ആ 2 ഷെയറുള്ള എനിക്ക് ഒരു ലാഭവിധം വരേണ്ടതാണ്. 200 കോടി രൂപ തട്ടിച്ചു എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് സംസ്ഥാന സർക്കാരിന് തന്നെ 26 കോടി രൂപ തട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് 26 കോടി രൂപ പോയ ആ ക്രൈമിൽ 2 കോടി 86 ലക്ഷം രൂപ തട്ടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വന്തം മകളാണ്. അപ്പോൾ മുഖ്യമന്ത്രി എങ്ങനെ പ്രതിയാകാതിരിക്കുക? മാത്രമല്ല ഇത് എന്തിനു വേണ്ടി, അവിടെയാണ് ഇതിൻ്റെ പ്രസക്തമാണ്. എന്തിനു വേണ്ടിയാണ്? ഒരു ചുമ്മാ ആർക്കും കൈക്കൂലി കൊടുക്കും. കേരളത്തിൻ്റെ തീരദേശത്തെ കരിമണൽ അനധികൃതമായി ഖനനം ചെയ്യുന്നതിന് രാഷ്ട്രീയ നേതാക്കൾക്ക് CMRL കമ്പനി കാലാകാലങ്ങളായി കൊടുത്തു വന്ന പണത്തിൻ്റെ ഒരു ഭാഗമാണ് മുഖ്യമന്ത്രി കൊടുത്തത്. ഏറ്റവും കൂടുതൽ മേടിച്ച മുഖ്യമന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കഴിഞ്ഞ ആ ഡയറിക്കകത്ത് ഒത്തിരി ആളുകളുടെ പേരുണ്ട്. ഇനി ആ ഡയറി പുറത്തു വരാനിരിക്കുന്നുള്ളൂ. പക്ഷേ ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തു കൊടുത്ത, കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ള ചെയ്യാൻ അദ്ദേഹം ചെയ്തു കൊടുത്ത സേവനത്തിൻ്റെ പ്രതിഫലമായി അദ്ദേഹത്തിന് കിട്ടിയ കൈക്കൂലിയാണ് ഈ പണം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പ്രതിയാകുന്നത്. അതെ. ഇപ്പം വിദേശ നിക്ഷേപത്തെ കുറിച്ച് താങ്കൾ ഇഡിക്ക് കത്തയച്ചിട്ടുണ്ട്, വിദേശ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അങ്ങനെ പറഞ്ഞത്? എൻ്റെ ഇവർക്ക് ധാരാളം സാമ്പത്തിക ഇടപാടുകൾ വിദേശത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ തെളിവുകളില്ലായിരുന്നു. എൻ്റെ പക്കലും തെളിവുകളില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്നോട് വളരെ കോൺഫിഡൻഷ്യലായ ചില വ്യക്തികൾ, അവരുടെ പേര് പറഞ്ഞാൽ അവർക്ക് ജീവന് പോലും ആപത്താണ്, അവരുടെ ജോലിക്ക് ആപത്താണ്, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ അക്കൗണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഒരു മലയാളിയാണ്. ആ മലയാളി തന്നെയാണ് എന്നെ അത് അന്നേ ഇൻഫോം ചെയ്തിരുന്നത്. പക്ഷേ നമുക്കന്ന് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ കാര്യമില്ല. പക്ഷേ പിന്നീട് ആ അക്കൗണ്ടിൽ ലാവ്ലിൻ കമ്പനിയുടെയും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പണം വന്നിട്ടുണ്ട്. ആ അക്കൗണ്ടിൽ ധാരാളം ഇതുപോലെ വിവാദ കമ്പനികളുടെ ഡിപ്പോസിറ്റുകൾ വന്നിട്ടുണ്ട്. ഈ കേസുകളും കൂടെ ഒരുമിച്ച് കൂട്ടി വായിച്ചപ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇന്നുവരെയും ഞാൻ ഇപ്പോഴും പറയുന്നു, അതങ്ങനെ ഒരു കമ്പനി വീണയുടെ പേരിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വീണ എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ. ഞാൻ ആരോപണം ഉന്നയിച്ചല്ലോ, ഇത്രയും വർഷമായിട്ട് വീണ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്തത്? അതുകൊണ്ട് ഞാൻ കൃത്യമായി പറയുന്നു, വീണയുടെ മുൻ ബന്ധു പ്രവീൺ ടി, ഇവർക്ക് 2 പേരും സിഗ്നേച്ചർഡ് ആയിട്ടുള്ള അക്കൗണ്ടാണത്. അതിൽ 2019 അക്കൗണ്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ക്ലോസ് ചെയ്ത പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് പ്രവീണിൻ്റെ പേരിലേക്കാണ്. ഇത്രയും ഡീറ്റെയിൽസ് കൂടുതലെങ്ങനെ ഞാൻ പറയുന്നത്. മാത്രമല്ല ആ അക്കൗണ്ടിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് US-ലേക്കും കാനഡയിലേക്കും പോയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇപ്പം ED അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീടുകളിൽ പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഒക്കെ വീടുകളിൽ ED അന്വേഷിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അറസ്റ്റ് ഉണ്ടാവണം എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം പിണറായി വിജയനെ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ടല്ലോ. അല്ല, ഇതിൽ കുറ്റം ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ 5000 രൂപ കൈക്കൂലി മേടിച്ച DYSP അറസ്റ്റ് ചെയ്ത് കണ്ടു. നമ്മൾ 5000 രൂപ കൈക്കൂലി മേടിച്ച DYSP അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ കോടിക്കണക്കിന് രൂപ സംസ്ഥാനത്തിന് കൊള്ള ചെയ്ത ഒരാൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ CPM-ൻ്റെ വലിയ നേതാവായിരുന്നു എന്നതിൻ്റെ പേരിൽ അയാൾക്ക് എന്താ ഇമ്മ്യൂണിറ്റി ഉള്ളത്? കൈക്കൂലി വാങ്ങിച്ചോ ശിക്ഷിക്കപ്പെടണം. പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ യോഗ്യനാണ്. അത് ഒരു സംശയം വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഇനിയും തടസ്സങ്ങളുണ്ടാക്കും, ഒരു സംശയം വേണ്ട. ഈ നിയമപരമായി പല തടസ്സങ്ങൾ ഈ കേസിലുണ്ടാകുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ആ തടസ്സങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ കാഴ്ച മലയാളി കാണും.
അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, ഇതിനും വലിയ പെരുന്നാൾ കണ്ടിട്ട് പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ജാഥ ഇങ്ങോട്ട് വന്നു. ഞാനിന്ന് നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെയാണ്. ഞാൻ ഈ കേസ് കൊടുക്കുമ്പോൾ ഞാൻ BJPയുടെ ഭാഗമല്ല, ജനപക്ഷം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹി പോലും അല്ലാത്ത ഒരാളാണ്. അവിടെ നിന്ന് അന്ന് ഈ കേസ് ഇന്ന് പൊതുസമൂഹത്തിനറിയാം, ഇത്ര ആളുകൾക്ക് ഇത് ഇത്ര വലിയ സീരിയസ് കേസാണെന്നറിയാം. പക്ഷെ അന്ന് ഇതാർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് പിണറായി വിജയനും അറിയായിരുന്നു ഇത് സീരിയസ് ആയിട്ട് ഒഫൻസാണ്. അന്ന് പേടിച്ചിട്ടില്ല, പിന്നെയാണോ ഇപ്പോൾ പേടിക്കുന്നത്? ഇതാർക്കും അറിയാൻ മേലായിരുന്ന കാലത്ത് ഇതിൻ്റെ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ എനിക്ക് പേടി തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണോ ഞാൻ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് വലിയ പള്ളി പെരുന്നാളിന്. പക്ഷെ കറക്റ്റ് പെരുന്നാളിനായിരുന്നു. കറക്റ്റ്. അതെ. ഇപ്പൊ SFIയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിരുന്നു താങ്കൾക്ക് ആ റിപ്പോർട്ട് കൈമാറരുത് എന്ന് പറഞ്ഞിരുന്നു. ഒരു ഹർജിക്കാരൻ റിപ്പോർട്ട് എനിക്ക് കിട്ടി. പക്ഷെ ആ റിപ്പോർട്ടിനോടൊപ്പമുള്ള ഡോക്യുമെന്റ്സിൽ നിരവധി ആളുകൾക്ക് പണം കൊടുത്ത CMRL ഡയറക്ടറിൻ്റെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഒത്തിരി നേതാക്കന്മാരുടെ പേരുണ്ട്, കേരളത്തിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ. ആ പേര് വിവരം വേണമെന്ന് പറഞ്ഞ് ഞാനൊരു അപ്ലിക്കേഷൻ കൊടുത്തു. എനിക്ക് കോടതി അനുവദിച്ചു. ആ ലിസ്റ്റ് എൻ്റെ കിട്ടിയാൽ ഇന്ന് കേരളത്തിൽ കാണുന്ന ഒത്തിരി മുഖങ്ങൾ ഉടഞ്ഞു പോകും. അപ്പോൾ ആ ലിസ്റ്റ് എൻ്റെ കിട്ടി, ഞാൻ പബ്ലിഷ് ചെയ്യും. അത് ആരെന്ന് പറഞ്ഞിട്ടില്ല. ഞാനില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ അപ്പനും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. ആരുണ്ടെങ്കിലും ആ ലിസ്റ്റ് ഞാൻ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റ് പുറത്ത് വന്നാൽ ഭയമുള്ള ധാരാളം ആളുകൾ ഭരണ പ്രതിപക്ഷങ്ങളിലുണ്ട്. അപ്പോൾ അത് എനിക്ക് കിട്ടാതിരിക്കാൻ രാവിലെ എനിക്ക് അനുവദിച്ചു. ഉച്ച കഴിഞ്ഞ് എനിക്ക് കിട്ടേണ്ട സാഹചര്യത്തിന് മുമ്പ് 2 മണിക്ക് ഹൈക്കോടതിയിൽ സ്റ്റേ മേടിച്ചു. 2 മണിക്ക്. അപ്പോൾ അത് പുറത്ത് വരുന്ന ആ ലിസ്റ്റ് പുറത്ത് വരുന്നതിന് CMRL എന്താ കുഴപ്പം? തീർച്ചയായിട്ടും ഇതൊരു ചോദ്യമാണ്. അപ്പൊ മന്ത്രിസഭ തന്നെ താഴെ പോകാൻ ചാൻസ് ഉണ്ടോ പേര് പുറത്ത് വന്നാൽ? എനിക്കറിയാവുന്ന പേരുകളിൽ മന്ത്രിസഭയിൽ ഒരുമാതിരിപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ മന്ത്രിസഭയിലുള്ള അംഗങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം നേരത്തെ തന്നെ പുറത്ത് വന്ന പേരുകളിലും അതുണ്ടല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ മന്ത്രിസഭയിലുള്ള ആളുകൾ പിന്നെ അവരെല്ലാം പറയുന്നത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും പോരല്ലോ. വാങ്ങിച്ച് ചുമ്മാ അങ്ങനെ കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ നേതാവോ പണം വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായി അല്ല, മാത്രമല്ല അതിന് റെസിപ്റ്റ് കൊടുക്കണം, പാർട്ടിയുടെ റെസിപ്റ്റ് കൊടുക്കണം. റെസിപ്റ്റ് കൊടുത്താൽ മാത്രം പോരാ, അത് ഇലക്ഷൻ കമ്മീഷനിൽ അതിൻ്റെ രേഖ കൊടുക്കണം, പണം കൈപ്പറ്റി എന്നുള്ളത്. അതില്ലെന്ന് പറയുമ്പോൾ കൈപ്പറ്റി എന്നുള്ളവർ ഇപ്പോഴേ ജയിലിൽ പോകാൻ തയ്യാറായ, കാരണം അവർ കൈപ്പറ്റി എന്നവർ തുറന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം LDF ഇപ്പം നിരന്തരമായിട്ട് മുന്നോട്ട് വെച്ച ഒരു ആരോപണം എന്ന് വെച്ചാൽ ഇപ്പം മകന്റെ പ്രതികാരം എന്നൊരു ആരോപണം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് മുന്നേ ഇപ്പൊ PC സാറിനെതിരെ കേസ് ഉണ്ടായിരുന്നു എന്നൊരു സാഹചര്യത്തിൽ ഇപ്പൊ ഇതൊരു മകന്റെ പ്രതികാരമാണ് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനെങ്ങനെയാണ് നോക്കുന്നത്? ഒരു മകന്റെ പ്രതികാരം തീർച്ചയായിട്ടും 100%. എൻ്റെ അപ്പനെ രാത്രി വീട് വളഞ്ഞ്, അതായത് ഒരു എയർപോർട്ടിൽ നിന്ന് പോലും എങ്ങോട്ടും PC ജോർജിന് പോകാൻ കഴിയില്ല, കാരണം 2 വയസ്സുള്ള കൊച്ചുപിള്ളേർക്ക് വരെ PC ജോർജിനെ അറിയാം. അങ്ങനെ ഒരു നോട്ടീസ് തന്നാൽ വിളിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന PC ജോർജിനെ പോലെയുള്ള ആളുകളെ 100 കണക്കിന് പോലീസുകാർ വീട് വളഞ്ഞ് ഭീകരാന്തത സൃഷ്ടിച്ച് എൻ്റെ അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് പ്രതികാരവും വിരോധവും ഒക്കെ ഉണ്ടെന്നുള്ള സത്യമാണ്. അതിങ്ങനെ തന്നെയാണ് ഈ കേസിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പക്ഷേ ഈ കേസ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും ആ ചിന്താഗതി പോയി. ഞാൻ സത്യസന്ധമായി പറയാം, എൻ്റെ വിരോധം ശരിയാണ്. എൻ്റെ അപ്പനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ആളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരികെ പോകുന്ന കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഏത് മനുഷ്യനും വരും. കാരണം അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനൊന്നുമല്ല. പിന്നെ അത് പറയില്ല, പ്രതികാരം അത് വീട്ടാനുള്ളതാണ്. ഞാൻ ആ ആറ്റിറ്റ്യൂഡൊന്നും എനിക്കിപ്പോൾ ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൻ്റെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ ഇത് എൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിൽ മറ്റാർക്കും കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഇത്രയും മെനക്കെടാൻ പറ്റില്ല ഒരാൾക്ക്. ഞാൻ അതുപോലെ മെനക്കെട്ടുന്നുണ്ട്. ഞാനല്ല, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത എൻ്റെ അഭിഭാഷകരോടൊപ്പമുള്ള യുവ അഭിഭാഷകർ ധാരാളം ഒരു ടീമുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും വരാൻ ആഗ്രഹിക്കാത്ത, ഒരു സ്വാർത്ഥതയില്ലാത്ത, എന്നോട് ഫീസ് മേടിക്കാത്ത അങ്ങനെ ഒരു പറ്റം ആളുകൾ എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് നടന്നത്. മാത്രമല്ല എത്രയോ ഘട്ടത്തിൽ ഇപ്പം ഇന്ന് വന്ന ആരാണ്, ഇന്ന് ഹൈക്കോടതിയിൽ അപ്പയർ ചെയ്യുന്ന ആരാണ്?
ഹൈക്കോടതി സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ അഭിഭാഷകനാണ്. അവരോടൊക്കെ മുട്ടിയാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. ഓർത്തോണം, 8 കേസുകൾ തരണം ചെയ്തു. അപ്പോൾ എനിക്ക് ബോധ്യമുണ്ടായിരുന്നു, ഇത് ഞാൻ കൊണ്ടു നടന്നില്ലെങ്കിൽ ആർക്കും കൊണ്ടു നടക്കാൻ കഴിയില്ല. മാത്രമല്ല ഇതിനെ ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അങ്ങനെ എത്ര എളുപ്പമല്ല എന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോയത്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് അങ്ങനെ കാഴ്ചപ്പാടേ ഇല്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരു സന്തോഷമായിട്ട്, അവർക്കൊരു സന്തോഷമായിട്ട്. അതെ. ഇപ്പം അന്ന് ആ ED അന്വേഷണമൊക്കെ നടന്ന സമയത്ത് നമ്മളിപ്പം SFIയുടെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒക്കെ ഒരു പ്രതിഷേധം നമ്മൾ കണ്ടു. കമ്മ്യൂണിസ്റ്റുകാരല്ല, പിണറായി വിജയന്റെ കഴിഞ്ഞ 5-10 വർഷക്കാലം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ വീതം പറ്റിയവരുടെ കൂട്ടായ്മ, അത്രേ ഉള്ളൂ. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊന്നും പിണറായി വിജയന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ പ്രതിഷേധിക്കാൻ റോഡിൽ ഇറങ്ങിയില്ല, അവരിറങ്ങിയില്ല. കണ്ണൂര് പിണറായിയുടെ വീടിന്റെ മുമ്പിൽ ആൾക്കൂട്ടം ഉണ്ടായി അല്ലേ, വലിയ പ്രതിഷേധം ഉണ്ടായി. എത്ര പേരുണ്ടായിരുന്നു മാക്സിമം ഒന്ന് പറയാമോ? എത്ര പേരുണ്ടായിരുന്നു? 1000, 1500 കൂട്ടിക്കോ. പിണറായി പോലൊരു സ്ഥലത്ത് ഒരു പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളില്ല, അതുക്കുള്ളുണ്ട്. ആ കണ്ണൂര് 1 ലക്ഷം പേരെ ഇപ്പൊ അവിടെ CPM നല്ല രീതിയിൽ സംഘടിച്ചെങ്കിൽ പട്ടാളം വന്നിട്ട് ഇവരെ കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. എന്താ സംഘടിക്കാത്ത? പിണറായി വിജയൻ കള്ളനാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന്റെ 6 റൗണ്ട് വരെ പുറകിൽ നിന്ന മുഖ്യമന്ത്രിയാണ്. ഏതാ? പിണറായില്ലാന്ന് ഓർത്തോണം. അത് പഞ്ചായത്തിൽ പോലും പുറകിലായി അത്രയും മോശമായ സാഹചര്യത്തിൽ പോയി എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അപ്പോൾ ധർമ്മടം പോലൊരു പഞ്ചായത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ 6 റൗണ്ട് പുറകിൽ പോയി എന്ന് പറഞ്ഞാൽ എന്താണ് പിണറായി വിജയനോടുള്ള അഭിപ്രായം എന്നുള്ളത് ബോധ്യമുള്ള കാര്യമാണ്. പ്രവർത്തകര് രൂക്ഷമായിട്ട് ഇടപെട്ട് ഇപ്പം EDയുടെ വണ്ടിയൊക്കെ തകർക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. കൊട്ടേഷൻ സംഘമാണെന്നാണ് എൻ്റെ വിശ്വാസം. പിണറായി ഏർപ്പെടുത്തിയ ഇത് ഞാൻ ഇവിടെ വന്നാൽ ഞങ്ങളങ്ങ്, പക്ഷെ അത് വിനാശകാല വിപരീത ബുദ്ധിയാണ്. മാന്യമായിട്ട് റെയ്ഡ് നടത്തി ഉള്ള രേഖകളുമായിട്ട് പോയ അവർ, അതായത് ഈ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു വെച്ചു. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുവെച്ചാൽ കുടിശ്ശികയായി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് മാനേജർ വരും. അപ്പം ഞാനൊരു അർബൻ ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മാനേജർമാരെ വന്നിട്ട് ചിലർ വന്നിട്ട് പറയും, എൻ്റെ കയ്യിൽ കാശില്ല, സൗകര്യമുണ്ട്, നിങ്ങളങ്ങ് മേടിക്കുക എന്ന് പറയും. അങ്ങനെ പറയുന്നവരുടെ കേസിൻ്റെ സ്പീഡ് പെട്ടപ്പെട്ടായിരിക്കും. നേരെ മറിച്ച് ചില ആളുകൾ വന്നു, ചേട്ടാ ഒരു മാർഗ്ഗമില്ല, രക്ഷയില്ല, അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൂടെ തരണം. ഈ മാനേജർമാർ അവിടെ നിന്ന് അവർക്ക് വേണ്ടി സമയം ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മര്യാദയ്ക്ക് റെയ്ഡ് ചെയ്യാൻ വന്ന് അവർ റെയ്ഡ് ചെയ്തിട്ട് തിരിച്ചു പോകേണ്ടവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ കയ്യാങ്കളി നടത്തി അവരെ മർദ്ദിച്ച് വിട്ടു. ഉദ്യോഗസ്ഥർ പൊട്ടപ്പെട്ടെന്ന സ്പീഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത്. അതുകൊണ്ടാണ് ചോദിച്ച് മേടിച്ചതാണ്. കോൺഗ്രസ് നടത്തുന്ന ഒരു ആരോപണമുണ്ട്, CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീല് കാരണമാണ് ഈ കേസ് ഇത്രയും നീണ്ടുപോയത്, അല്ലെങ്കിൽ അന്വേഷണം നടക്കാണ്ടിരുന്നതെന്ന്. അപ്പം അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ഇത് പറയാൻ യാതൊരു അവകാശവും കോൺഗ്രസിനില്ല. കാരണം SLC ലാവലിൻ കേസിൽ ഈ പിണറായി വിജയനെ CBI അന്വേഷണം നടത്തി കുറ്റമുക്തനാക്കിയ കോൺഗ്രസ്സാണ്. എന്നിട്ട് ഇപ്പോൾ പറയുക കോടതി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിപ്പോഴും പറയാം, ലാവലിൻ കേസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ സുപ്രീം കോടതി പരിഗണിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് കാരണം അത് അന്വേഷിച്ച് CBI നശിപ്പിച്ച് കളഞ്ഞു. കേരള ഹൈക്കോടതി പിണറായി വിജയനെ അക്യൂറ്റ് ചെയ്ത കേസാണ്, ഒന്നും സംഭവിക്കാനില്ല. ഈ കേസിൽ അവർക്ക് ഭയമാണ്. കാരണം പിണറായി വിജയനെതിരെയുള്ള കേസ് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പിന്തുണച്ചാൽ അവരുടെ നേതാക്കന്മാർ എത്ര പേര് ഇതിനകത്തുണ്ട്, അവർക്കെതിരെ ഈ ചോദ്യമുലകൾ തിരിയുമ്പോൾ, അവർക്കെതിരെ ഈ ED തിരിയുമ്പോൾ ഞങ്ങൾ എന്ത് പറയും? അവർക്ക് അങ്കലാപ്പാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ ഞാൻ UDF-നോട് ഒന്നേ പറയാനുള്ളൂ, കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ നിങ്ങൾ 3 തെരഞ്ഞെടുപ്പുകൾ ഞങ്ങളുടെ ചെലവിൽ ജയിച്ചു. BJP-കാരനായ ഷോൺ ജോർജ് BJP-യും അധ്വാനിച്ച് പിണറായി വിജയൻ എന്ന് പറഞ്ഞ കള്ളനാണയത്തെ പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ സീറ്റിൽ നിങ്ങൾക്ക് 18 സീറ്റ് കിട്ടിയത്. അന്ന് ഈ വിഷയം ഏറ്റവും അധികം കത്തി തന്നാണ്. അതിനു മുമ്പ് ക്യാപ്റ്റനായിരുന്നു. അതിനു മുമ്പ് 2001-ൽ ഏറ്റവും വലിയ നേതാവായിട്ട് പിണറായി വിജയനെതിരെ ഈ വിഷയം കൊണ്ടുവന്നത് നമ്മളാണ്. BJP-കാരനായ ഷോൺ ജോർജാണ്. അതിനുശേഷം അടുത്ത നടന്ന പഞ്ചായത്ത് ഇലക്ഷനിലും പിണറായി വിജയനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പിണറായി വിജയനെ ഈ ആരോപണം കൊണ്ടുവന്ന് ഇതിന് സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് BJP-ആണ്. ഇപ്പോൾ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 102 സീറ്റ് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. കേരള നിയമസഭയിൽ പിണറായി വിജയനെതിരെ ഒരക്ഷരം മിണ്ടാൻ, ക്രിയാത്മകമായി നല്ല പ്രതിപക്ഷമായി മാറാൻ
പിണറായി വിജയനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ആരോപണം ഉന്നയിക്കാൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനോ കോൺഗ്രസിനോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അത് നമുക്കേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളാണ് അത് ചെയ്തത്. അതിന് ബലമായിട്ട് അവർ പോയി, അത് സത്യമാണ്. ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു അന്വേഷണത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ഒരു വേഗതയൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ അന്വേഷണത്തെ നോക്കിക്കാണുന്നത്? ഓരോ ഏജൻസികൾക്ക് അവരുടേതായ അന്വേഷണ രീതികളുണ്ട്. CBI പോലെയല്ല NIA പോലെയല്ല SFIO അതൊരു അണക്കം ഇല്ലായിരുന്നല്ലോ. അവരവരുടെ ജോലി ചെയ്തിട്ട് പോയി. ED മറ്റൊരു ശൈലിയാണ്. അപ്പം അവരവരുടെ ശൈലിയിൽ അവരുടെ ജോലികൾ ചെയ്ത് വരട്ടെ. വളരെ മാന്യമായ അന്വേഷണം മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം CMRL നൽകിയ അപ്പീൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ED ഇപ്പോൾ സമർപ്പിച്ച മുദ്രവെച്ച കവറിലെ ആ തെളിവുകളൊന്നും നമുക്ക് അനുകൂലമായിട്ട് വന്നില്ല എങ്കിൽ എന്തായിരിക്കും മുന്നോട്ട് കൊണ്ടുവന്ന നടപടി? അല്ല, ഇതിനകത്ത് CBIയുടെ എൻക്വയറി ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും CBI എൻക്വയറി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ആ കരിമണൽ ഖനനം അവിടെ നടക്കുന്നു, ആ മോഷണം അവിടെ നടക്കുന്നു. എന്നെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഞാൻ പറഞ്ഞില്ല, എൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റായി ഇത് മാറിയെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല. കേരളത്തിൻ്റെ തീരത്ത് നിന്നും അണുവായുധങ്ങൾ ഉണ്ടാക്കുവാനുള്ള സോയിൽ അല്ലെങ്കിൽ മിനറൽസ് കടത്തപ്പെടുന്നുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ സംശയമാകാം. ഞാനത് പറയുമ്പോൾ അതിൻ്റെ ഏതറ്റം വരെ പോവും, അല്ലെങ്കിൽ എൻ്റെ ശത്രു എവിടുന്ന് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയാം, അണുവായുധങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അണുവായുധങ്ങൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ കേരളത്തിൽ നിന്നും എടുക്കുന്ന ഈ കരിമണലിനകത്തുണ്ട്. 0.4% വരെ ഈ തോറിയം ഇതിനകത്ത് കണ്ടന്റ് ഉണ്ട്. തോറിയമാണ് ഇതിന് ഏറ്റവും അണുവായുധ സമ്പുഷ്ടിയുടെ ഏറ്റവും ആവശ്യമായ കാര്യം. അതിവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ പോയി, ആര് കൊണ്ടുപോയി, അറിഞ്ഞാണോ അറിയാതെയാണോ, ഇപ്പോൾ CMRL കമ്പനിക്ക് അറിയാവുന്ന പോലെ എനിക്കറിയില്ല. പക്ഷേ തോറിയത്തിൻ്റെ കണ്ടന്റ് ഇവരെടുത്തിട്ടുള്ള ഈ കരിമണലുണ്ട് എന്നുള്ള കാര്യത്തിൽ ടെക്നിക്കലി തന്നെ എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോലും ഈ മണൽ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് ബോധ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് അറിയാതെ പോയോ, ഇനി അറിഞ്ഞ് അത് വിൽപ്പന നടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കും അന്വേഷണം പോകേണ്ടതായിട്ടുണ്ട്. ഇനി അത് മുമ്പോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യം. ഇപ്പം മോട്ടിച്ചവർ പിടിക്കപ്പെടണം. ഇനി ഈ കച്ചവടം, ഈ മോഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ വീണ വിജയൻ ഇതുവരെ കോടതിയിൽ വന്നിട്ടില്ല. CMRL തന്നെയാണ് കേസ് മുന്നോട്ട് കവചത്തിനകത്താണ്, CMRLത്തെ കവചത്തിനകത്താണ്. എന്തുകൊണ്ടായിരിക്കും അത്? കാശ് മുടക്കണ്ടാണല്ലോ. ഇന്നൊരു ദിവസം തന്നെ എത്ര കോടി രൂപ ചിലവാകുന്ന നിർത്താം. അപ്പോൾ അത്രയും സീനിയർ അഭിഭാഷകർ വന്നിട്ട് പോകുമ്പോൾ, ഒരു സിറ്റിങ്ങിന് മണിക്കൂറുകൾക്ക് കോടികൾ മേടിക്കുന്ന അഭിഭാഷകർ വന്നു പോകുമ്പോൾ അതിൻ്റെ കാശ് മുടക്കണ്ട. മാത്രമല്ല, ഒരു കമ്പനി പോലെയല്ലേ. അപ്പോൾ ആരെങ്കിലും ഒരാൾ പോയാൽ പോരെ. ഒരാൾ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രൊസീഡിങ് സ്റ്റേ ആയി കഴിയുമ്പോൾ വീണയ്ക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ആ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ അന്വേഷണത്തിന്റെ ഒരു ഭാവി എന്തായിരിക്കും എന്നാണ് ഇനി പറയാനുള്ളത്? ഒരു സംശയം വേണ്ട, വീണ ചോദ്യം ചെയ്യപ്പെടണം, കൂടുതൽ ചോദ്യം ചെയ്യപ്പെടണം, കൂടുതൽ തെളിവുകൾ കൈപ്പറ്റണം. മാത്രമല്ല, കഴിഞ്ഞ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷക്കാലത്തെ വീണ വിജയൻ്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. എന്നാലേ പിണറായി വിജയൻ എന്ന കള്ള നാണയത്തെ കേരള സമൂഹത്തിന് പൂർണ്ണമായും ബോധ്യമാവും. ഇദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ച് നടന്ന സഖാക്കൾ എത്രമാത്രം വഞ്ചിതരായി എന്ന് അവർക്ക് ബോധ്യപ്പെടാൻ അത് ആവശ്യമാണ്. എന്താണെങ്കിലും ഇനി വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. നന്ദി.